എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം. പ്രായത്തെ വെല്ലുവിളിച്ച് ഒരു നായകൻ മറ്റൊരു പുതിയ വേഷം കെട്ടിയാടുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണ്, അഭിനയത്തിനോടുള്ള ഭ്രാന്ത് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. തിയേറ്ററുകളെ ഇളക്കിമറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ ശബ്ദമില്ലാതെ തീപിടിപ്പിച്ച് മമ്മൂട്ടി എന്ന അതികായൻ അയാൾക്ക് ഇനിയും ചെയ്തു തീർക്കാൻ ഒരുപാട് വേഷങ്ങളുണ്ടെന്ന് പ്രേക്ഷകരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഇനിയെന്താണ് ആ താരശരീരത്തിൽ നിന്ന് പുറത്തുവരാനുള്ളത് എന്ന് ചോദിച്ചവരൊക്കെയും പ്രമേഹത്തിനു ശേഷം ഇനിയും ഒരുപാടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശബ്ദം കൊണ്ട് പ്രേക്ഷകരെ പേടിപ്പിച്ച് തിരക്കഥ കൊണ്ട് പിടിച്ചിരുത്തുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാജിക്കായി ചിത്രം മാറുന്നുണ്ട്. മറ്റൊരു മലയാള ചിത്രത്തിനോടും സാമ്യപ്പെടുത്താനാവാത്ത ഒന്നാണ് രാഹുൽ സദാശിവൻ എന്ന എഴുത്തുകാരനും സംവിധായകനും ചമച്ചുവെച്ചിരിക്കുന്നത്. കൊടുമണ പോറ്റിയെന്ന കഥാപാത്രമായി മലയാളികളുടെ മമ്മൂക്ക ബിഗ് സ്ക്രീനില് വിസ്മയം തീർക്കുകയാണ്. പാണന്റെ വേഷം കെട്ടിയാടിയ അർജുൻ അശോകന്റെ അഭിനയ ജീവിതത്തിലെയും നാഴികക്കല്ലായി ചിത്രം മാറുമെന്നതില് പ്രേക്ഷകർക്ക് ആശങ്കയില്ല. ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. മലയാള സിനിമ അയാളുടെ കയ്യിലാണെന്നും ഇതുപോലൊന്നും ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നുമൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ പ്രതികരിക്കുന്നത്. മമ്മൂക്ക ഇതുവരെ അഭിനയിച്ച സിനിമകളിലൊന്നും ഇങ്ങനെയൊരു മമ്മൂക്കയെ കണ്ടിട്ടില്ലെന്നും കൊടൂര സാധനം എന്നുമൊക്കെ ആരാധകർ ആവർത്തിക്കുന്നുണ്ട്. എത്ര നാളെയെന്നോ ഇതുപോലെ നിങ്ങളിലെ നടനെ വെല്ലുവിളിക്കുന്ന ഒരു വേഷം നിങ്ങളെ തേടിയെത്തിയെങ്കില് എന്നാഗ്രഹിച്ചിട്ട് അധികാരത്തിന്റെ ഗർവില് അന്യരുടെ സ്വാതന്ത്ര്യം പണയം വച്ച് പകിട കളിച്ച് രസിക്കുന്ന ക്രൂരനായ പോറ്റിയുടെ വേഷം ഇതില് കൂടുതൽ എങ്ങനെ നന്നാക്കാനാണ് എന്നാണ് ഒരു പ്രേക്ഷകൻ ഫേസ്ബുക്കില് കുറിച്ചത്. സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ആദ്യത്തെ പേര് കുഞ്ചമണ പോറ്റി എന്നായിരുന്നു. എന്നാൽ ഈ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കുഞ്ചമണ ഇല്ലത്തെ PM ഗോപി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പേര് മാറ്റിയത്. പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത്. പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം.